വിഷ്ണു, പുതിയ വാർത്ത എന്തായിരുന്നോ? കണ്ടു ഉറപ്പായിട്ടും കണ്ടിരിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു രക്ഷാപ്രവർത്തന കേസ്. ആലപ്പുഴയിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ക്രൂരമായ സംഭവം തന്നെ എന്ന് പറയാം. യൂത്ത് കോൺഗ്രസ് KSUക്കാരെയൊക്കെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ച ഒരു കേസായിരുന്നു അത്. അപ്പൊ ആ കേസ് അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ച ADGP MR അജിത് കുമാറിന് ഇപ്പൊ പുതിയ വരുന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ്. അതൊരു അർഹിച്ച അംഗീകാരമല്ലായിരുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ അർഹിച്ച കൈകളിലേക്ക് അത് എത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആലപ്പുഴയിൽ എന്തുകൊണ്ട് ഇവിടെ നടന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും നിഷ്ഠൂരമായിട്ട് ക്രൂരമായി ഒരു പിണറായി വിജയന്റെ ഗൺമാൻമാര് AD തോമസിനെ ആക്രമിക്കുന്നത് നമ്മൾ നന്നായി കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കണ്ട ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അത് കണ്ടവന് എങ്ങനെയാണ് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? ആ അട്ടിമറിക്കാൻ ശ്രമിച്ച ആൾക്ക് ഇന്ന് നല്ല അർഹിച്ച അംഗീകാരമാണെന്ന് കിട്ടിയിരിക്കുന്നത്. സസ്പെൻഷൻ അങ്ങോട്ട് വന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ നീക്കുപോക്കുമൊന്നും ഉണ്ടാവാതിരുന്ന ഒരു കേസാണ്. VD സതീശൻ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്കായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന ADGP MR അജിത് കുമാർ വലിയ ആവേശത്തിലായിരിക്കും താങ്കൾ DGP ആകാൻ പോകുന്നുവെന്ന്. പക്ഷേ തൽക്കാലത്തേക്ക് VD സതീശൻ ഗവൺമെന്റ് പറഞ്ഞു എന്നാൽ അങ്ങനെ അങ്ങ് ADGP അതിൽ നിന്ന് മാറി രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ ഒരു കാര്യത്തിൽ പ്രത്യേക ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ആഭ്യന്തര വകുപ്പ് ഇവര് പറഞ്ഞതാണല്ലോ. VD സതീശൻ അധികാരത്തിൽ കയറിപ്പോയി പറഞ്ഞ കാര്യമാണ്. ഞങ്ങളുടെ പിള്ളേരെ തൊട്ടവരൊന്നും ഞങ്ങൾ വെറുതെ വിടില്ല, ചോദ്യം ചോദിക്കും, അത് അത്രയും കണക്ക് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ആ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു അത്. അതൊരിക്കലും ന്യായീകരിക്കാനും പറ്റാത്ത സംഭവമാണ്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പിന്നീട് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ AD തോമസിന്റെയാണ് അല്ലെ. AD തോമസ് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ 21,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് AD തോമസ് അധികാരത്തിലേൽക്കുന്നത്. ഇപ്പോൾ PP ചിത്തരഞ്ജനെ പോലെ ആലപ്പുഴ മേഖലയിൽ വലിയ സ്വാധീനമുള്ള വേരുറപ്പുള്ള ഒരു CPM നേതാവിനെ പാടെ തള്ളിക്കളയാനായിട്ട് അവിടുത്തെ ആളുകൾ ശ്രമിച്ചു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ മുന്നേ കണ്ടതുകൊണ്ടാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അവർ കൊണ്ട് അടിയും ഒക്കെ മർദ്ദനങ്ങളൊക്കെ കാലത്തിൻ്റെതായ ഒരു പ്രതികാരം അല്ലെ കണക്ക് തീർക്കൽ എന്നൊക്കെ പറയില്ലേ. ഇത് എന്തുകൊണ്ട് ഇവിടെ AD തോമസിന് ഇത്രയും ശക്തമായൊരു തിരിച്ചുവരവോടെ, അതും ഈ ചിത്തരഞ്ജൻ എന്നൊക്കെ പറയുന്നത് ആ ആലപ്പുഴയുടെ അത്രയും ഭരണത്തിൽ നല്ല മികവുള്ള ഒരാളും അല്ലെങ്കിൽ അത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആള്, അത് ആ കോസ്റ്റൽ ഏരിയ ഒക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നല്ല വേരുറപ്പുണ്ടായിരുന്നു. ആ ജനങ്ങളിൽ അത്രയും ഇറങ്ങിച്ചെല്ലുന്ന ഒരാളാണ്. അദ്ദേഹത്തെ തോൽപ്പിച്ച അവിടെ AD തോമസ് ഒരു ചെറുപ്പക്കാരൻ പുതുമുഖം അവിടെ ജയിക്കണമെങ്കിൽ ആ സംഭവമാണ്, ആ രക്ഷാപ്രവർത്തനം എന്ന സംഭവമാണ് അവനെ അത്രയും ജനകീയനാക്കിയത്, അത്രയും സ്നേഹപ്പെട്ടത്. അവൻ കടലിന്റെ മകനാണ്. അവൻ അത്രയും സ്നേഹപ്പെട്ടത് ഈ ഒരു രക്ഷാപ്രവർത്തന സംഭവം എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഈ ലയൺ സിനിമയില് ലയൺ എന്ന ദിലീപിന്റെ ഒരു സിനിമയുണ്ട്. അതിനകത്ത് ദിലീപിനെ ആദ്യം സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ ആ സമയത്ത് അവന്റെ അറിയാലോ, ആ കുടുംബത്തില് എല്ലാവരും അധികാരസ്ഥാനത്തിൽ ഇരിക്കുന്നവരാണ്. അച്ഛൻ മുഖ്യമന്ത്രി, അളിയൻ IPS അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്, കളക്ടർ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവൻ ആഭ്യന്തരമന്ത്രി ആകുമ്പോൾ ഇവന്റെ മുമ്പിൽ വന്നിട്ട് ഇവർക്ക് തന്നെ സല്യൂട്ട് അടിക്കേണ്ട തന്നെ അവസ്ഥയുണ്ട്. അപ്പൊ ഇത് തന്നെയാണ്, ഇത് ജീവിതത്തിലൊരു മാസ് കാണിച്ചിരിക്കുകയാണ് AD തോമസ് അല്ലെ. ആ ഒരു അത് കൃത്യമായിട്ട് അത് ADGP എന്ന ആ സ്ഥാനത്ത് നിന്ന് അപ്പൊ സസ്പെൻഷൻ ആയിരിക്കുകയാണ്. അതൊരു ശക്തമായൊരു വലിയൊരു വിജയം തന്നെയാണ്, അതിലൊരു സംശയമില്ല. അത് ഓരോ മലയാളിയും, അത് കാണുന്ന ഓരോ മലയാളിയും, അത് ആ സംഭവം കണ്ടിട്ടുള്ള, ആ സംഭവം നേരിട്ട് കണ്ടിട്ടുള്ള, അത്രയും വേദനിച്ചിട്ടുള്ള ഓരോ മലയാളിയും അല്ലെങ്കിൽ ഓരോ ആളും ഇന്ന് അത്രയും സന്തോഷത്തിലായിരിക്കും. അതുപോലെ തന്നെ ഈ AD തോമസ് നിയമസഭയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. അതിലൊക്കെ തന്നെയും താങ്കൾ ഏറ്റവും അർഹിച്ച ഒരു ഉത്തരവാദിത്തത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അപമാനം, ആ മർദ്ദനവുമായി ബന്ധപ്പെട്ടൊക്കെ കിട്ടിയിട്ടുള്ള അപമാനത്തിനേറ്റ പ്രഹരമാണ് ഇത് തന്നെ അദ്ദേഹം കൃത്യമായി നിയമസഭയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി നമുക്ക് മുന്നിലുള്ളൊരു സംശയം, ഈ MR അജിത് കുമാർ ഈ കേസ് അട്ടിമറിച്ചത് അദ്ദേഹത്തിന്റെ എന്ത് ലക്ഷ്യത്തിന്റെ പിന്നിലാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ വലങ്കൈ എന്നൊക്കെ പറയാം. അശൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ മറ്റേ മായാവി സിനിമയിൽ അതുപോലെ ആ ഒരു അല്ലെങ്കിൽ അതാണ് അത് അശൻ എന്ന് പറയണം എന്ന് പറയുന്ന പോലെ അത്രയും അടുത്ത വലങ്കൈയാണ് ആള്. അപ്പോ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ADGPക്കെതിരെ എത്ര ആരോപണങ്ങളാണ് വരുന്നത്. ഈ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തന കേസ് മാത്രമല്ല,
ശബരിമലയെ ബന്ധപ്പെട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ കൃഷ്ണേന്ദു ഒരു പരാതിയായിട്ട് ചെല്ലുകയാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു പരാതിയായിട്ട് ആരുടെ അടുത്താണ് ചെല്ലുന്നത്? ഇദ്ദേഹത്തിന്റെ അടുത്താണ് ചെല്ലുന്നത്. ഒരു ADGPയുടെ അടുത്ത് ആണ് ചെല്ലുന്നത്, അജിത് കുമാറിന്റെ അടുത്താണ് ചെല്ലുന്നതെങ്കിൽ എന്ത് പ്രതീക്ഷയിലാണ് ചെന്ന് പറയുന്നത്? എനിക്ക് എൻ്റെ ഒരു പരാതി ഉണ്ട് എന്ന് ചെന്ന് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ അജിത് കുമാർ ആണെങ്കിൽ അവിടെ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് നീതി കിട്ടുന്നത്? ഓരോ കേസും അട്ടിമറിക്കുന്ന, ഇത്രയും മനസാക്ഷി രഹിതമായ സംഭവങ്ങൾ വരെ അട്ടിമറിക്കുന്ന അജിത് കുമാറിന്റെ അടുത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു പരാതിയുമായി ചെല്ലാൻ നോക്കുന്നത്? അദ്ദേഹമൊക്കെ ഈ ഒരു സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളതാണ്. ഇന്ന് ഇപ്പോൾ VD സതീശൻ സർക്കാർ ഇപ്പോ നമ്മളുടെ അറിയാലോ 102ഓളം സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ VD സതീശൻ സർക്കാർ. അപ്പൊ അത്രയും ആ സർക്കാരിനെ ജനങ്ങൾ അവിടെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ട് മടുത്ത് തന്നെയാണ് ഈ ഭരണത്തെ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആ ഭരണത്തെ മടുത്ത് അത്രയും സഹികെട്ട് തന്നെയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അതുപോലെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ ആ സമയത്തുണ്ടായിരുന്നില്ലേ? അതെ, നിരവധിയായിട്ട് ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് ആ ബസ് പിന്നെ എന്തായി? അതാണ് എന്റെ ഏറ്റവും വലിയത്. ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ബസ് പിന്നെ എവിടെ? പിന്നെ ഞാൻ കണ്ടിട്ടില്ല ബസ്. വേറെ സർവീസ് പിന്നെ പൊതുഗതാഗതത്തിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു, അത് വേറെ വിഷയം. എന്നിരുന്നാൽ കൂടിയും ആ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പരിഹരിച്ചു എന്ന് പറയുമ്പോഴും അതിലൊക്കെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ, മതില് പൊളിക്കുക ഉൾപ്പെടെ അനാവശ്യമായി സ്കൂളിന്റെ മതില് പൊളിക്കുമായിരുന്നു അല്ലെ? ആ ഒരു യാത്രയ്ക്ക് വേണ്ടി സ്കൂളിന്റെ മതില് പൊളിക്കുമായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇവിടെ കള്ളാടിയില് ഈ ഉരുൾപൊട്ടിയപ്പോ അദ്ദേഹം നടന്നാണല്ലോ വന്നേ. അവിടെ എന്ത് പൊളിക്കണമായിരുന്നു? ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഒരു നല്ല സിമ്പിൾ ആയിട്ട് നടന്നല്ലേ വന്നേ, ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ഇതാണ് ആ ഭരണത്തിന്റെ, അല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെതായ ഒരു അഹംഭാവമാണ്. അല്ലെങ്കിൽ അത് ഭരണമാണല്ലോ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ആരെ വേണമെങ്കിലും എന്തും അട്ടിമറിക്കാം, എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാർഷ്ട്യം ഉണ്ടായിരുന്നു. ആ ധാർഷ്ട്യത്തിന് കേരളക്കര കൊടുത്ത മറുപടിയായിരുന്നു അത്. ഇന്ന് ഇത് എനിക്ക് കുറച്ചുകൂടെ റിലേറ്റഡ് ആവുന്നത് ഇത് പിണറായി വിജയനും കൂടെ കിട്ടിയൊരടിയാണ്. ഇത് അജിത് കുമാറിന് മാത്രമല്ല, പിണറായി വിജയനും കൂടെ കിട്ടിയൊരടിയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കെ തന്നെ ഇത്തരത്തിലൊരു തിരിച്ചടി പിണറായി വിജയൻ പോലും ചിലപ്പോൾ സ്വപ്നം കണ്ടു കാണില്ല എന്ന് പറഞ്ഞു വെക്കാനായിട്ട്. ഉറപ്പായിട്ട് ഈ ആഭ്യന്തരം അത് അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയാണ്. ഇപ്പൊ നമുക്കറിയാം തൂഫാനുമായി ബന്ധപ്പെട്ടും ഒരുപാട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ജലത്തിൽ നിന്നും വരുന്ന എവിടെ നിന്ന് വന്നാലും ലഹരിയെ തുരത്തി അല്ലെങ്കിൽ തൂത്ത് തുടയ്ക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും പവർഫുൾ ആയ ഒരു ആളാണ് രമേശ് ചെന്നിത്തല. അതെ, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരം കൈയാളുന്നത് അദ്ദേഹം. ഇപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും സംശയമായിരുന്നു, ഇതെന്താണ് ഒരു നടപടി എടുക്കാത്തതെന്ന്. ഇപ്പൊ സാധാരണക്കാരൻ എല്ലാവർക്കും അറിയാം. AD തോമസിനെ വിജയിപ്പിച്ച എല്ലാവർക്കും അവൻ ആ കൊണ്ടടിക്കാണ്. അവൻ ആ കൊണ്ടടി ഇവരെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവനെ വിജയിപ്പിച്ചതും. അവൻ ജയിച്ചു വരാനുള്ള ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാനുള്ള സാധ്യത. അപ്പോൾ ഓരോ ജനങ്ങളും വിശ്വസിക്കുമല്ലോ, അവിടെ അധികാരത്തിലെത്തിയാൽ ഈ ADGPക്കെതിരെ കൃത്യമായ നടപടി എടുക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ആ വിശ്വാസം, അതാണ് ഇന്നിവിടെ കാത്തു സൂക്ഷിക്കപ്പെട്ടത്. അതില് VD സതീശൻ സർക്കാർ 100% അംഗീകാരം ഏൽക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഇനിയും കൂടുതൽ ചർച്ചകൾ വരേണ്ടതുണ്ട് അല്ലെ? അതെ, ഉറപ്പായിട്ടും ഇത് എല്ലാവരും ചർച്ച ചെയ്യണം. ഇത് പ്രത്യേക അന്വേഷണ സംഘമൊക്കെ നിലവിലുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇനി എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ ഇനി നോക്കിക്കാണേണ്ട അവസ്ഥയാണ്. സാധാരണക്കാരന്റെ പോരാട്ടം തന്നെയാണ്. ഇതൊരു അവന്റെ വിജയമാണ്. ഇപ്പൊ പൊന്മാൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു സാധാരണക്കാരനാണ് പോരാടുന്നത്. സാധാരണക്കാരൻ പോരാടി അവൻ അവസാനം പറയുന്നുണ്ട്, ബേസിൽ പറയുന്നുണ്ട്, അജേഷ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇനി പറയും, AD തോമസ് പറയും, AD തോമസ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ അത്രയും ആക്റ്റീവായിട്ട് ഉഷാറായിട്ട് അവന് ഇനി അഹങ്കരിക്കാം, അല്ലെങ്കിൽ അവൻ അത്രയും അഹങ്കാരത്തോടെ നിൽക്കാം. കാരണം അല്ലെങ്കിൽ അവൻ അത്രയും ആത്മാഭിമാനത്തോടെ നിൽക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ അത്രയും അഴിമതി വിരുദ്ധരായ അല്ലെങ്കിൽ ക്രൂര മനോഭാവമുള്ള ഒരു പോലീസ് ഓഫീസേഴ്സും ഇനി കേരളത്തിന്റെ അധികാര സ്ഥാനങ്ങളിൽ വേണ്ട എന്നുള്ളത് പൂർണ്ണമായിട്ടും അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും ആഭ്യന്തര വകുപ്പും എല്ലാം, കേരള മുഖ്യമന്ത്രിയും എല്ലാവരും കൂടെ ഒരുമിച്ച് ആ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.